ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ OR കേളുവിനെ മന്ത്രിസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നു എന്നുള്ള വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ വന്ന ഒഴിവിലേക്ക് OR കേളുവിനെ പരിഗണിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. കെ രാധാകൃഷ്ണനെ പോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ ആ ഒരു പദവിയിലേക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു. തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിനായിരുന്നു മുൻതൂക്കം. OR കേളുവിന് തന്നെയായിരുന്നു മുൻതൂക്കം, അല്ലേ? ആര്യ, പട്ടിക വിഭാഗത്തിലുള്ള ആദ്യത്തെ CPM-ന്റെ മന്ത്രിയായി OR കേളു മാറുകയാണ്. പട്ടിക വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവിനെയും CPM ഇതുവരെ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത്തരത്തിൽ ആദ്യത്തെ നേതാവ് നേരത്തെ PK ജയലക്ഷ്മി 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള സംസ്ഥാനത്തെ ആദ്യ മന്ത്രിയായിരുന്നു. ഇപ്പോൾ CPM ആ പാത പിന്തുടരുകയാണ്. കെ രാധാകൃഷ്ണന് പകരം OR കേളു പിണറായി മന്ത്രിസഭയിലേക്ക് വരുന്നു. മാനന്തവാടിയിൽ 2ാം തവണ വിജയിച്ച MLA ആണ്. CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹം ഇപ്പോൾ കെ രാധാകൃഷ്ണൻ പകരക്കാരനായി 2ാം പിണറായി മന്ത്രിസഭയിലേക്ക് വരുന്നു. CPM-ന്റെ സംസ്ഥാന സമിതി യോഗമാണ് നിർണായകമായ തീരുമാനം കൈക്കൊണ്ടത്. നേരത്തെ പല പേരുകൾ പറഞ്ഞു കേട്ടുവെങ്കിലും മന്ത്രിസഭയിലേക്ക് വരാൻ അത്തരത്തിൽ ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിലാണ് OR കേളുവിന്റെ പേര് CPM തിരഞ്ഞെടുത്ത. മറ്റ് പരിഗണനകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് OR കേളുവിനെ CPM മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ അദ്ദേഹത്തിന് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉണ്ടാകില്ല. SC/ST വകുപ്പ് മാത്രമാകും നിലവിൽ OR കേളുവിന് ലഭിക്കുക. പാർലമെന്ററി കാര്യം സീനിയർ മന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട വകുപ്പാണ്. നേരത്തെ സ്പീക്കർ കൂടിയായിരുന്ന സംസ്ഥാന സമിതി അംഗം MB രാജേഷിനെയാണ് CPM പാർലമെന്ററി കാര്യം പോലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് ഏൽപ്പിക്കുന്നത്. MB രാജേഷിന് നേരത്തെയുള്ള വകുപ്പുകൾക്ക് പുറമെ എക്സൈസ്, അതുപോലെ തദ്ദേശഭരണ വകുപ്പുകൾക്ക് പുറമെ പാർലമെന്ററി കാര്യം എന്ന വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി നൽകുകയാണ്. സഭയിൽ സ്പീക്കറായി സഭാ നടപടികൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള നേതാവാണ് MB രാജേഷ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടി ഈ മന്ത്രിസഭയിലെ വകുപ്പുകൾ മാറുന്നതിന്റെ ഭാഗമായി ലഭിക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട വകുപ്പ് ദേവസ്വമായിരുന്നു കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തത്. അത് കോട്ടയത്തു നിന്നുള്ള നേതാവ് VN വാസവൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവനാണ് നൽകുന്നത്. നേരത്തെ മന്ത്രിസഭയിൽ കഴിഞ്ഞ തവണ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും KB ഗണേഷ് കുമാറും ആന്റണിരാജും ഒക്കെ മന്ത്രിസഭയിലേക്ക് വരുമ്പോഴും അവിടെ പോർട്ട് തുറമുഖ വകുപ്പ് അന്ന് നൽകിയത് ഇതുപോലെ VN വാസവനാണ്. VN വാസവനുള്ള വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി നൽകുന്നു. CPM-ന്റെ സംഘടനാ തലത്തിലും സംസ്ഥാന സെക്രട്ടറി അംഗമാണ്, മുതിർന്ന നേതാവാണ്. അതുകൊണ്ടാണ് VN വാസവന് അത്തരം ഒരു വകുപ്പ് കൂടി നൽകുന്നത്. കോട്ടയത്ത് നിന്നുള്ള നേതാവ് അദ്ദേഹത്തിനെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് കൂടി കൊണ്ടുവരുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് ഇടതുമുന്നണി CPM കടക്കുകയാണ്. മന്ത്രിസഭയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുന്നു. OR കേളു, കെ രാധാകൃഷ്ണന് പകരം OR കേളു മന്ത്രിസഭയിലേക്ക് വരുന്നു. ചില ധാരണകൾ ഉണ്ടായിരുന്ന, ചില ചർച്ചകൾ ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു പുതിയ ആളെ മന്ത്രിയാക്കി ചേലക്കരയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ശേഷം വിജയിപ്പിക്കാമെന്നൊരു ആലോചന ഉണ്ടായിരുന്നത്, ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. നിലവിലുള്ള MLA-ക്ക് തന്നെ, സംസ്ഥാന സമിതി അംഗത്തിന് തന്നെ മന്ത്രിസ്ഥാനം നൽകുകയാണ് CPM. തെരഞ്ഞെടുപ്പേറ്റ വലിയ തിരിച്ചടികൾ, സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട സംഭവം, അതൊക്കെ തിരിച്ചടികൾ മറികടക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സമിതി യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കൂടി CPM കടക്കുന്നത്. ST വിഭാഗം, പട്ടിക വർഗ വിഭാഗത്തിൽ നിന്ന് ആദ്യ മന്ത്രി CPM-ന്റെ ക്യാബിനറ്റിലേക്ക്, സംസ്ഥാന മന്ത്രിസഭയിലേക്ക് CPM കൊണ്ടുവരികയാണ്. ആര്യ, അരുൺ, വളരെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുമ്പോൾ CPM രാഷ്ട്രീയത്തിൽ ഇതിന് പ്രാധാന്യം പലതുകൊണ്ടുമുണ്ട്. ഒന്ന്, ഒരു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുന്നു എന്നതിനും അപ്പുറം CPM തെറ്റുതിരുത്തൽ രേഖ അംഗീകരിക്കാൻ സംസ്ഥാന സമിതി ചേരുമ്പോൾ ഫലത്തിൽ ഇതും ഒരു തെറ്റുതിരുത്തലായി മാറുന്നോ എന്ന പ്രാധാന്യം കൂടി ഇതിന് കൈവരുന്നുണ്ട്. കാരണം ഇത്തരമൊരു മേഖലയിൽ നിന്ന് പരിഗണന നൽകുമ്പോൾ CPM മുമ്പ് ചില ആലോചനകൾ നടത്തിയിരുന്നെങ്കിൽ ആ ആലോചനകളിലേക്ക് ഇല്ല ഇത്തവണ. മറിച്ച് സംസ്ഥാന സമിതി അംഗമായ പട്ടികവർഗ അംഗത്തിന് കൂടുതൽ പരിഗണന നൽകുക എന്ന തീരുമാനം, അതൊരു ചരിത്രപരമായ തീരുമാനം കൂടിയായി മാറുകയല്ലേ അരുൺ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണണം. കാരണം നേരത്തെ പറഞ്ഞു കേട്ട പേരുകൾ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ധാരണ CPM-ന് അനൗദ്യോഗികമായി ഉണ്ടായിരുന്നത് PK ജമീലയെ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ മന്ത്രി AK ബാലന്റെ ഭാര്യ, മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ PK ജമീലയെ ചേലക്കരയിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് അവരെ മന്ത്രിസ്ഥാനത്തെ കൊണ്ടുവരാം എന്നൊരു
ചർച്ച, ആലോചന, ഒരു നീക്കം CPM നടന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയപ്പെട്ടതോടുകൂടി അത്തരം നീക്കങ്ങളൊക്കെ അടഞ്ഞു. പിന്നീട് PK ബിജുവിനെ സംസ്ഥാന സെക്രട്ടറി അംഗമാണ് അദ്ദേഹത്തെ ആലത്തൂരിൽ നേരത്തെ CPM-ന്റെ ഉറച്ച കോട്ട നഷ്ടപ്പെടുത്തിയ നേതാവ് കൂടിയാണ് PK ബിജു. ആ PK ബിജുവിനെ നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വഴി നടക്കുമോ എന്നൊരു ചർച്ച ചില കേന്ദ്രങ്ങൾ CPM നടത്തിയത്. നേതാക്കൾ അതിനുള്ള ചരടുവലികൾ നടത്തിയിരുന്നു. അതും സംസ്ഥാന സമിതിയിൽ വെട്ടിപ്പോകുന്നു. ഏറ്റവും യോഗ്യനായ, ഏറ്റവും താഴേക്കിടയിലുള്ള, അത്രയൊന്നും ഗ്ലാമർ MLA അല്ലാതെ, അതായത് സംസ്ഥാനത്തെ പല MLA-മാരും വെറും MLA-മാരാണെങ്കിൽ വലിയ ഗ്ലാമർ നേതാക്കളാണ്. പക്ഷെ അത്തരത്തിലുള്ള ആ രീതിയിൽ ശോഭിച്ചു നിൽക്കുന്ന ഒരാളെ അല്ല, പകരം കൃത്യമായ സംസ്ഥാന സമിതി അംഗമെന്ന പരിഗണന നൽകി, ആദ്യ ST നേതാവെന്ന പരിഗണന നൽകി. CPM-ന് കഴിഞ്ഞ കുറെ നാളുകളായി മന്ത്രിയില്ലാത്ത ജില്ലയാണ് വയനാട്. വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ്. ഒരിക്കലും CPM-ന് സമീപകാലത്തൊന്നും അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത തരത്തിൽ തിരിച്ചടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം നൽകിയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ, ആ ജനങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്താനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ OR കേളുവിന്റെ മന്ത്രിസ്ഥാനത്തെ കാണേണ്ടത്. അദ്ദേഹം സംസ്ഥാന സമിതി അംഗമാണ്. ചില യുവ നേതാക്കൾക്ക് വേണ്ടി ചില പ്രധാനപ്പെട്ട നേതാക്കൾ, സെക്രട്ടറി അംഗങ്ങളും ഒക്കെ മന്ത്രിമാരും ഒക്കെ ചരടുവലികൾ നടത്തിയിരുന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് OR കേളു എന്ന പേരിലേക്ക് CPM എത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ചരിത്രപരമായ തീരുമാനമാണ്. ST വിഭാഗത്തിൽ നിന്ന് ആദ്യ മന്ത്രി CPM സർക്കാരിൽ വരുന്നു. സംസ്ഥാന